പാപ്പനംകോട് ലക്ഷ്മണൻ്റെ തിരക്കഥയിൽ നസീർ, ജയഭാരതി എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി ശശികുമാർ സംവിധാനം ചെയ്ത സിനിമയാണ് മുദ്രമോതിരം. ഇതിലെ ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ. മഴമുകിൽ ചിത്രവേല എന്ന് തുടങ്ങുന്ന അതീവ ഹൃദ്യമായൊരു ഗാനം ഈ സിനിമയിലുണ്ട്. ഈ സിനിമയിലെ ഈ ഗാനരംഗം കാണുമ്പോൾ നാം കേരളത്തിൻ്റെ ഭൗതിക പ്രകൃതിയുടെ ഭംഗിയിൽ വിസ്മയിച്ചുകൊള്ളും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സിനിമയിലെ ഈ ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു ഇൻഡോർ സെറ്റിലാണ്. മഴമുകിൽ ചിത്രവേല, മകയിരം ഞാറ്റുവേല, മരതക പട്ടുടുക്കാൻ ഒരുങ്ങുന്ന വയലേല, മനസ്സിൽ നീ നിൻ മനസാ മലച്ചെടി പാകി മറക്കുവതെങ്ങിനെ ഞാൻ, ആ പുലരി മറക്കുവതെങ്ങിനെ ഞാൻ. മഴമുകിൽ ചിത്രവേല, മകയിരം ഞാറ്റുവേല, മരതക പട്ടുടുക്കാൻ ഒരുങ്ങുന്ന വയലേല, മനസ്സിൽ നീ നിൻ മനസാ മലച്ചെടി പാകി മറക്കുവതെങ്ങിനെ ഞാൻ, ആ പുലരി മറക്കുവതെങ്ങിനെ ഞാൻ. മഴമുകിൽ ചിത്രവേല. എൻ്റെ ആദ്യ സിനിമയായ രതിനിർവേദത്തിൻ്റെ ഡബ്ബിങ്ങിന് ഞാൻ ചെന്നൈയിൽ പോയ സമയത്ത് സ്റ്റുഡിയോയിൽ വെച്ച് ഞാൻ ജയഭാരതി ചേച്ചിയോട് പറഞ്ഞു എനിക്ക് പ്രേം നസീറിനെ ഒന്ന് പരിചയപ്പെടണം, കാരണം ഞാൻ ഭയങ്കര ഫാനായിരുന്നു പ്രേം നസീറിൻ്റെ. അപ്പോൾ പറഞ്ഞ് പിറ്റേ ദിവസം ഷൂട്ടിംഗ് ഉണ്ട്, മുരുകാലയ സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് ഉണ്ട്, മുദ്രമോതിരം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ട്, അവിടെ വന്നോളൂ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഷൂട്ടിംഗ് കാണാൻ പോകുന്നു. അപ്പോൾ ഞാൻ കാണുന്ന രംഗം മഴമുകിൽ ചിത്രവേള എന്നുള്ള ഗാനത്തിൻ്റെ പിക്ചറൈസിംഗ് ആണ്. മുരുകാലയ സ്റ്റുഡിയോയിൽ ജയഭാരതിയും പ്രേം നസീറും ചേർന്ന് അഭിനയിക്കുന്നു ഈ ഗാനരംഗം. അപ്പോൾ അതിനിടയിൽ ഒരു ഷോട്ട് എടുത്തിട്ട് ജയഭാരതി ചേച്ചി ഇങ്ങനെ പുറത്ത് വന്നിട്ട് ചെയറിലിരുന്നപ്പോൾ ഭയങ്കര ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചിരിക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു അല്ല, നസീർ സാറിന് ഒരു ടെക്നിക്കുണ്ട്, നസീർ സാറിന് ഇടയ്ക്ക് ഈ വാക്കുകൾ മറന്നു പോകും. അപ്പോൾ വാക്കുകൾ മറന്നു ജനങ്ങൾ വിചാരിക്കും അദ്ദേഹം ഭയങ്കര എന്താണ് പറയുക വികാര പരവശനായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുകയാണെന്നൊക്കെ. പക്ഷേ അതല്ല, അദ്ദേഹം ഈ വാക്കുകൾ മറക്കുന്ന സമയത്ത് ഈ നായികയുടെ മുടിക്കുള്ളിലേക്ക് അദ്ദേഹത്തിൻ്റെ തല അങ്ങോട്ട് ഇടുമെന്നാണ് പറയുന്നത്. എന്നിട്ട് അപ്പോൾ ആൾക്കാർക്ക് ലിപ്പ് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു വന്നു ജയഭാരതി ചേച്ചിയുടെ അടുത്ത്, ഭാരതി വാക്കുകൾ ഓർമ്മ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചിരിച്ചത് അതുകൊണ്ടായിരുന്നു ജയഭാരതി ചേച്ചി ചിരിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഈ മഴമുകിൽ ചിത്രവേള എന്നുള്ള ഗാനം കാണുമ്പോൾ ഈ കാര്യം നസീർ സാർ ചെയ്ത ഈ ടെക്നിക്ക് എനിക്ക് എപ്പോഴും ഓർമ്മ വരാറുണ്ട്. യുഗങ്ങളും നൊടികളാകും അരികിൽ നിന്നിഴലിരുന്ന മനസ്സിലെ മലർച്ചെടികൾ, മധുമാസ മഹോത്സവങ്ങൾ, ഒരുമിക്കുമിരുവേണികൾ, ഇനി നമ്മൾ ഉണരുന്ന നവധാരകൾ. മഴമുകിൽ ചിത്രവേല, മകയിരം ഞാറ്റുവേല, മരതക പട്ടുടുക്കാൻ ഒരുങ്ങുന്ന വയലേല, മനസ്സിൽ നീ നിൻ മനസാ മലച്ചെടി പാകി മറക്കുവതെങ്ങിനെ ഞാൻ, ആ പുലരി മറക്കുവതെങ്ങിനെ ഞാൻ. മഴമുകിൽ ചിത്രവേല. ശശികുമാറിൻ്റെ സിനിമ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ശശികുമാർ ആദർശ ദാമ്പത്യത്തിൽ വിശ്വസിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു സിനിമയാണ് ആട്ടക്കലാശം. ശശികുമാർ എന്ന സംവിധായകൻ്റെ സംക്രമണ കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. ഈ സിനിമയിൽ പ്രേം നസീറിൻ്റെ ഒപ്പം മോഹൻലാലും ഒരു പ്രധാന കഥാപാത്രമായി വരുന്നു. ചൂള എന്ന സിനിമയിലൂടെ രവീന്ദ്രനെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ മഹാനുഭാവനാണ് ശശികുമാർ. രവീന്ദ്രൻ പൂവച്ചൽ ഖാദറുമായി ചേർന്ന് ഈ സിനിമയിൽ അതിമനോഹരമായൊരു ഗാനം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഗാനം തുടങ്ങുന്നു, നാണമാവുന്നു. ഒരു ഗായകൻ എന്ന നിലയ്ക്ക് വേദികൾ നമ്മൾ ഏറ്റവും അധികം കയ്യിലെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് രവീന്ദ്ര മാഷിൻ്റെ പാട്ടുകളാണ്. അതിൽ മുൻനിരയിൽ നിൽക്കുന്നത് ഹരിമുരളീരവം, പ്രമദവനം പോലെയുള്ള പാട്ടുകളാണ്. ഈ പാട്ടുകളുടെയൊക്കെ ഒരു കോമണാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവീന്ദ്രൻ മോഹൻലാൽ എന്ന കൂട്ടുകെട്ടാണ്. പക്ഷേ ഇതിൻ്റെ തുടക്കം വർഷങ്ങൾക്ക് മുമ്പ് ശശികുമാർ സാറിൻ്റെ ചിത്രങ്ങളിലായിരുന്നു. അല്ല, ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണം നാണമാവുന്നു മേനി നോവുന്നു എന്ന ഗാനമാണ്.
നാണമാവുന്നു നീനി നോവുന്നു എന്റെ കൈകൾ നിന്നെ മൂടുമ്പം ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം നാണമാവുന്നു നീനി നോവുന്നു നിന്റെ കണ്ണിൻ മുള്ളു കൊള്ളുമ്പം ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം നാണമാവുന്നു നീനി നോവുന്നു എന്റെ കൈകൾ നിന്നെ മൂടുമ്പം. മലയാളത്തിൽ കുടുംബ ചിത്രങ്ങളുടെ വ്യാകരണം രചിച്ച ചലച്ചിത്ര സംവിധായകനാണ് ശശികുമാർ. അദ്ദേഹം മലയാളത്തിൻ്റെ മണവും ഗുണവും രുചിയുമുള്ള ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തു. ഒരുപാട് വ്യത്യസ്തങ്ങളായ കൂട്ടുകെട്ടുകൾ സംഗീതത്തിലും അഭിനയത്തിലും ഒക്കെ അദ്ദേഹം പരീക്ഷിച്ചു നോക്കി. എന്താണ് മലയാള സിനിമ എന്നതിന് ഒരു ഉത്തരം അദ്ദേഹം നൽകി. ശശികുമാർ സിനിമകളിൽ പരമാവധി ഗാനങ്ങൾ ഉപയോഗിച്ചു. അദ്ദേഹം ട്രാജഡിയിലും കോമഡിയിലും ഉചിതങ്ങളായ ഗാന സന്ദർഭങ്ങൾ കണ്ടെത്തി. അദ്ദേഹം ആരെയും ഒഴിവാക്കിയില്ല, എല്ലാവരെയും ഉൾക്കൊണ്ടു. കൂട്ടുകെട്ടുകൾ ആവർത്തിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ ഗാനവും ഒരു പൂർണ്ണ സിനിമ പോലെ തന്നെയായിരുന്നു. പുതിയ തലമുറയിലെ സംവിധായകർക്ക് മാതൃകയാക്കാൻ പാകത്തിൽ ഒരുപാട് ഗുണഗണങ്ങൾ അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സംവിധാനം ചെയ്ത ചിത്രങ്ങളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല, വിജയം കൊണ്ടുകൂടി മലയാള സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയ ചലച്ചിത്ര ശില്പിയാണ് ശശികുമാർ. സാമൂഹ്യ പ്രസക്തിയുള്ള കഥകളും കുറ്റാന്വേഷണ കഥകളും കുടുംബകഥകളുമെല്ലാമുണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനകളിൽ. ആ ചിത്രങ്ങളിലൂടെ, അവയിലെ മനോഹര ഗാനങ്ങളിലൂടെ ശശികുമാർ മലയാളി മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. തീരത്തിൽ